ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചാണ് റിംഗ് നോട്ട് സ്റ്റിച്ച്. ഇതൊരു ഫ്രഞ്ച് നോട്ടിൻ്റെ വേറൊരു വേരിയേഷനാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അപ്പം അതുപോലെ തന്നെ സൂചിയിൽ നമ്മൾ ഇതുപോലെ ത്രെഡ് ചുറ്റിയെടുക്കുമ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് പോലെ ടൈറ്റാക്കി ചുറ്റാൻ പാടില്ല. നല്ല ലൂസാക്കിയിട്ട് വേണം ചുറ്റിയെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ റിങ് പോലെ ഫോം ചെയ്ത് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ നീഡിൽ തുണിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സൂചിയിൽ 1, 2, 3 തവണ സൂചിയിൽ ത്രെഡ് ചുറ്റിയെടുക്കുക. ചെറിയ ഒരു നോട്ടാണ് വേണ്ടതെങ്കിൽ ഒരു തവണ ചുറ്റിയാൽ മതി. നല്ല തിക്കോടെ വേണമെങ്കിൽ 3 തവണ ചുറ്റിയെടുക്കുക. ലൂസാക്കി വേണം ചുറ്റിയെടുക്കാൻ. അതിനുശേഷം സൂചി ഇൻസേർട്ട് ചെയ്യേണ്ടത് സൂചി കുത്തിയെടുത്ത ആ ഹോളിലൂടെയല്ല, അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വേണം സൂചി താഴ്ത്തി ഇറക്കാൻ. ആ സമയത്ത് നമ്മൾ ഇടത്തെ കൈകൊണ്ട് ആ റിങ് പോലെ ഫോം ചെയ്ത് വെച്ചിട്ടില്ലോ, അത് നമ്മൾ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ത്രെഡ് വലിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് നഷ്ടപ്പെട്ട് ഫ്രഞ്ച് നോട്ട് പോലെ ആവാൻ സാധ്യതയുണ്ട്. ഇത് കുറേ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റിച്ചാണ്, പക്ഷെ നമ്മുടെ ഒരു ഡിസൈനിനെ മറ്റൊരു ലെവലിലേക്ക് ഈ ഒരു സ്റ്റിച്ച് കൊണ്ടുപോകും. ഇത് നമുക്ക് സൂചിയിൽ 1, 2, 3 തവണ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ തിക്കിനനുസരിച്ച് ചുറ്റിയെടുത്ത് ചെയ്യാം. അതിൽ കൂടാൻ പാടില്ല. അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നൂല് കുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. നല്ല തിക്ക് ഫ്ലവറിലാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ സൂചിയിൽ 3 തവണ ചുറ്റിയെടുത്തിട്ട് വേണം റിംഗ് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ആരി വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് റിംഗ് നോട്ട് വെച്ച് ചെയ്യുന്ന ഫ്ലവർ നല്ലൊരു ഹൈലൈറ്റ് തന്നെ നമുക്ക് നൽകും. ഈ ഒരു സ്റ്റിച്ച് വെച്ച് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഫ്ലവേഴ്സ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം. അതായത് ഈ മാംഗോ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സാരി ബോർഡേഴ്സിലൊക്കെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോട്ടൺ ത്രെഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ സിൽക്ക് ത്രെഡിലേക്ക് മാറുക. തുടക്കത്തിൽ സിൽക്ക് ത്രെഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിൽക്ക് ത്രെഡ് തെന്നി പോകുന്നത് കൊണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.